എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു മിൽക്ക് ഷേക്കാണ്. രാവിലെ സ്കൂളിലേക്ക് പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വളരെ മടിയാണ്. ആ ഒരു സമയത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു മിൽക്ക് ഷേക്ക് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് മിൽക്ക് ഷേക്കാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. അതും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് അഗാരോന്റെ പേഴ്സണൽ ബ്ലെൻഡർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ചെറിയ ബ്ലെൻഡർ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്തെടുത്തിട്ടുള്ള ജാറിലേക്ക് ആദ്യമേ ചേർക്കേണ്ടത് നല്ല പഴുത്തിട്ടുള്ള ഒരു റോബസ്റ്റ പഴമാണ്. നമ്മൾ ഈ ഒരു മിൽക്ക് ഷേക്ക് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് മധുരമൊന്നും തന്നെ ചേർക്കുന്നില്ല. 1 ഗ്ലാസ് ഷേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു പഴം എടുത്താൽ മതിയാകും. പഴം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 3 കുരു കളഞ്ഞിട്ടുള്ള ഈത്തപ്പഴമാണ്. ഈത്തപ്പഴത്തിന്റെ കൂടെ തന്നെ 10 ബദാം പരിപ്പും കുതിർത്തി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മിൽക്ക് ഷേക്കിന് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് കോഫി പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തിളപ്പിച്ചാറിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. ഇതൊരു 3/4 ഗ്ലാസോളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ബ്ലെൻഡറിലേക്ക് മാറ്റിയിട്ടുള്ള ജാറ് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര എളുപ്പത്തിലാണ് കൂട്ടുകാരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു മിൽക്ക് ഷേക്ക് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എളുപ്പത്തിൽ മിൽക്ക് ഷേക്കോ ജ്യൂസോ എന്ത് വേണമെങ്കിലും വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ബ്ലെൻഡർ വാങ്ങാനായിട്ട് ലിങ്ക് ആവശ്യപ്പെടുന്ന കൂട്ടുകാർക്കായിട്ട് ഞാൻ ലിങ്ക് മെൻഷൻ ചെയ്തേക്കാം. അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മിൽക്ക് ഷേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൂടെ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ വീടുകളിലും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാനും മറക്കരുത്. ഇനിയിപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും വീടുകൾ തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.